പരമ്പരയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാൻ 2 സ്ഥലത്തും നോക്കിയതുകൊണ്ടാണ്. ഒരു സ്ഥലത്ത് ഞാൻ ക്ലാസ് എടുക്കാൻ പോയപ്പോൾ അവിടെ ചോദ്യം ചോദിക്കാൻ പാടില്ല എന്ന് ആദ്യം റെസ്ട്രിക്റ്റഡ് ആണ്, കുട്ടികൾ ചോദ്യം ചോദിക്കുന്നില്ല. അപ്പോൾ ഞാൻ 2ാം ദിവസം രണ്ടാമത്തെ ക്ലാസ് ആയപ്പോൾ ചോദിച്ചാൽ നിങ്ങളെന്താ ചോദ്യം ചോദിക്കാത്തതെന്ന്. ഇന്ത്യയിൽ ഉത്തരം വരില്ല. 82 കുട്ടികളുടെ നാഷണൽ വർക്ക്ഷോപ്പിൽ ചോദ്യം ചോദിക്കില്ല കർണാടകയിൽ. അപ്പം ഞാൻ എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ പറയുന്നത് മാഷേ കഴിഞ്ഞ് അവസാനം ബഹളം ഉണ്ടാക്കി. ഞാൻ ക്ലാസ് നിർത്തി. 5 ദിവസത്തെ ക്ലാസ് എന്ന് പറഞ്ഞപ്പോൾ ഒരു കുട്ടി എണീറ്റ് മാഷേ കഴിഞ്ഞ പ്രാവശ്യം ഒരാഴ്ച മുമ്പ് ക്ലാസ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ, അതിലൊരു ടീച്ചർ അത് ചോദ്യം ചെയ്തപ്പോൾ ഇൻസൾട്ട് ഫീൽ ചെയ്തിട്ട് ഇറങ്ങിപ്പോയി. ഇപ്രാവശ്യം ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒഫീഷ്യൽ ഡിക്ലറേഷൻ്റെ ചോദ്യം ചോദിക്കരുത്. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഒരു ഗുരുനാഥൻ വരുന്നു, ഞാൻ പറയുന്നത് കേൾക്കുന്നു, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കാൻ മാത്രമാണ് നിങ്ങൾക്ക് വിധി. അതിനുശേഷം ലാസ്റ്റ് ആകുമ്പോൾ 4-5 ക്വസ്റ്റ്യൻ ചോദിക്കും, കഴിയും. പാരമ്പര്യത്തിൽ അങ്ങനെയല്ല. ഞാൻ പറയുന്ന അടുത്ത സെക്കൻഡിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം വന്നാൽ അത് തീർത്തട്ടെ അടുത്തൊരു സാധനം വരും. എന്തും ചോദിക്കും. ഇനി എനിക്ക് എല്ലാം അറിയില്ല. അപ്പോൾ നമ്മളൊരു സാധാരണ മനുഷ്യനാണ്. ചില വിഷയങ്ങൾ അറിയില്ല എങ്കിൽ പറയും തൽക്കാലത്തേക്ക് അവിടെ വയ്ക്കും, ഞാൻ നോക്കിയിട്ട് പറയാം. ഇല്ലെങ്കിൽ എനിക്ക് എന്നിട്ടും കിട്ടിയില്ലെങ്കിൽ അടുത്ത ഗുരുനാഥൻ്റെ അടുത്ത്, എന്നെക്കാളും യോഗ്യനായ ഗുരുനാഥൻ്റെ അടുത്ത് ചോദിച്ചിട്ട് നമ്മൾ ഉത്തരം പറയും. അഹങ്കാരമോ ഇത് കാണിക്കാനല്ല. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നു ഇൻ്റർവ്യൂവിന്, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം, പല വിഷയങ്ങൾ. അത് ബോധിപ്പിക്കുന്ന സ്ഥലമല്ല ക്ലാസ്. എൻ്റെ മുമ്പിലിരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടത് വേണ്ട പോലെ മനസ്സിലാക്കി കൊടുക്കുന്നവനാണ് ഗുരുനാഥൻ. എൻ്റെ കഴിവ് കാണിക്കാനുള്ള സ്ഥലമല്ല അധ്യാപനം. അപ്പോൾ അവരുടെ സംശയം ഒരു പ്രാവശ്യം, ഇപ്പോൾ രാജീവ് എന്ന വ്യക്തിക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരു വിഷയത്തിൽ സംശയം വന്നാൽ പിന്നെ അങ്ങയുടെ തലയിലെ മറ്റു വിഷയം കയറില്ല. ഒരു സൈക്കോളജിയാണ്. അപ്പോൾ അത് തീർത്തട്ടെ അടുത്ത വിഷയത്തിലേക്ക് കയറും. അപ്പോൾ എന്നെ ക്ലാസ് എടുക്കാൻ വിളിക്കുമ്പോൾ 50 ശ്ലോകം തീർക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ പറയും തീർക്കില്ല, ഞാൻ ഉറപ്പ് പറയില്ല. ചിലപ്പോൾ 5 എണ്ണം ആവാം, ചിലപ്പോൾ 1 എണ്ണം ആവാം. പഠിപ്പിക്കുന്നത് ഞാൻ പൂർത്തിയാക്കി തരാം, അല്ലാതെ 50 ശ്ലോകം തീർക്കാൻ എന്നെ വിളിക്കരുത്. ഉയർന്നു വരുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കൊടുത്ത് അവിടെ ഒരു ശാന്തി വന്നാൽ മാത്രമേ അടുത്തത് കയറും. അങ്ങനെ വരുമ്പോഴേക്കും ഈ പറഞ്ഞു കൊടുക്കുന്ന ഗുരുനാഥൻ ഇന്റർ ഡിസിപ്ലിനറി ആയിട്ടുള്ള നോളജ് ഉള്ള ആളായിരിക്കണമല്ലോ. അത് അവിടെയാണ് ഈ പാരമ്പര്യത്തിൻ്റെ പ്രത്യേകത. ഇപ്പോൾ ഞാൻ പഠിച്ചു വരുമ്പോൾ, ഇപ്പോൾ സന്യാസ പദ്ധതിയിൽ ഞങ്ങൾക്ക് 12 വർഷമാണ്. ഇപ്പോൾ ഇതിൻ്റെ കൂടെ പറഞ്ഞു പോകുമ്പോഴാണ്. ഇപ്പോൾ ശാസ്ത്രം എല്ലാം പഠിച്ചതിന് ശേഷവും ഞാൻ വ്യാകരണ വിദ്യാർത്ഥി എന്നതിൽ പ്രീ ഡിഗ്രി, MA എല്ലാം കഴിഞ്ഞതിന് ശേഷവും 12 വർഷത്തോളം വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഇരുന്ന് പഠിച്ചതിന് ശേഷമാണ് ഈ മൾട്ടി ഡിസിപ്ലിനറി ചോദ്യം വരും എന്നതുകൊണ്ട് പഠിച്ചതിന് ശേഷമാണ് നമുക്ക് ഈ വേഷം ഇടാൻ സമ്മതിക്കുക. അവർ പറയുന്നത് യു ആർ റെപ്രസെൻറ്റിങ് എ പരമ്പര എന്നാണ്. അപ്പോൾ ശരിക്കും വ്യക്തിയല്ല, അവിടെ പരമ്പരയാണ്. അപ്പോൾ ഒരു സ്ഥലത്ത് അബദ്ധം പറ്റിയാൽ എൻ്റെ പേരല്ല, അപ്പോൾ പരമ്പരയുടെ പേരാണ് വരിക. അപ്പോൾ ആ സ്ഥാനത്ത് ഇരിക്കുന്നത് വരെയും ഈ ഡ്രസ്സ് തരില്ല, ഉറപ്പിക്കും. എൻ്റെ ഗുരുനാഥന്മാർ ഇരുത്തിട്ട് പല ചോദ്യങ്ങൾ ചോദിച്ച് അതിന് യോഗ്യത ഉണ്ടാക്കിയതിന് ശേഷമാണ് വസ്ത്രം ഇടാൻ സമ്മതിക്കുക. അല്ലാതെ ഒരു 2 മാസ കോഴ്സ് എന്ന് പറഞ്ഞിട്ടല്ല. ഇപ്പോഴും പറയുന്നു, ഒരു വ്യക്തി എന്ന നിലയിൽ നമുക്ക് പല വിഷയങ്ങൾ അറിയാതെ ആവാം, ഭാരതത്തിലെ വിഷയങ്ങൾ അത്രമാണ്. പക്ഷേ അടിസ്ഥാനപരമായി നിങ്ങൾ പറയുന്ന വിഷയത്തിൽ എങ്ങോട്ടേക്കൊക്കെ ലെയർ പോയിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഉത്തരം കൃത്യമായി കൊടുക്കാൻ നിങ്ങൾ ബാധ്യസ്ഥനാണ്. അതുകൊണ്ടാണ് ആ സീറ്റിലിരിക്കുന്നത്. അപ്പോൾ വ്യാസപീഠത്തിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ മാഷേ എനിക്ക് ഇത് മാത്രം അറിയുള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വ്യാസപീഠത്തിൽ ഇരിക്കരുത്. കാരണം വ്യാസൻ ഇതെല്ലാം അറിയുന്ന വ്യക്തിയാണ്. എനിക്ക് ശാസ്ത്രത്തിൽ വ്യാകരണം മാത്രമേ അറിയുള്ളൂ, അതുകൊണ്ട് ഞാൻ ഈ വിഷയം പറയാം. ശാസ്ത്രം അറിയുമെന്ന് പറയരുത്. വ്യാസപീഠത്തിൽ ഇരിക്കുകയാണെങ്കിൽ പറയരുത്. അല്ലെങ്കിൽ ഗുരുസ്ഥാനത്ത് നിങ്ങൾ ഇപ്പോൾ നാരായണ ഗുരുദേവൻ്റെ ബാഹുലയാഷ്ടകം എടുക്കുമ്പോൾ നാരായണ ഗുരുദേവനെ സംബന്ധിച്ചിടത്തോളം അദ്വൈതി മാത്രമല്ല, ശൈവ സിദ്ധാന്തമുണ്ട്, യോഗമുണ്ട്, ശാസ്ത്രങ്ങൾ വരുന്നുണ്ട്, ഇതെല്ലാം അറിയുന്നത്, വൈദ്യമുണ്ട്. ഇതെല്ലാം അതിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പം ഇതിനെ മനസ്സിലാക്കി വേണം വ്യാഖ്യാനിക്കാൻ. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുകയെന്ന് വെച്ചാൽ ഞാൻ സ്ഥിരം കളിയാക്കുന്നൊരു സാധനമാണ്, ഞാൻ ഗീതയാണ് പഠിച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഗീത മാത്രം മതി. ഞാൻ അദ്വൈതിയാണ്, സൂത്രപദ്ധതി പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് മതി. വ്യാകരണം പഠിച്ചിട്ടുണ്ടെങ്കിൽ വ്യാകരണം മാത്രം മതി. നിങ്ങളെ ഞാൻ യഥാർത്ഥത്തിൽ കൊണ്ടുവരുന്ന എന്നിലേക്കാണ്. നിങ്ങൾ നിങ്ങളായിട്ട് വളരും അല്ലേ വേണ്ടേ? നിങ്ങളെ എൻ്റെ കീഴിലേക്ക് കൊണ്ടുവരുന്നതാണോ വേണ്ടത്, നിങ്ങളായിട്ട് വളർത്തുന്നതാണോ വേണ്ടത്? പറയൂ. നമ്മളായിട്ട് വളർത്തുന്നത്. ഒരു അശ്വത്ഥ വൃക്ഷത്തിൻ്റെ കീഴിലേക്ക് ചെടികൾ വളരില്ല. അതിൻ്റെ സ്വതന്ത്രമായിട്ട് നിലനിർത്തണം. എന്നിട്ട് അവർക്ക് വേണ്ടത് കൊടുക്കുന്നവനാണ് ഗുരുനാഥൻ. ഈ ചോദ്യം ചോദിക്കണം എന്നുള്ളത് പുതിയ കാലത്ത് നമ്മുടെ പുതിയ രീതിയിൽ പറയപ്പെടുന്നുണ്ട്. പക്ഷെ അതിനൊരു ധിക്കാരത്തിൻ്റെ, പാരമ്പര്യത്തിനെ തകർക്കാനുള്ളതിൻ്റെ, അറിയാനുള്ളതിനേക്കാളേറെ നിങ്ങളൊക്കെ തെറ്റാണെന്ന് പ്രൂവ് ചെയ്യാനൊക്കെയാണ് ചോദ്യം ചോദിക്കണമെന്ന് നമ്മൾ പൊതുവേ കേട്ടുവരുന്ന ഒരു രീതി. പക്ഷേ ഭാരതീയമായ രീതിയിൽ ചോദ്യങ്ങൾ എത്ര വേണമെങ്കിൽ ചോദിച്ചോളൂ എന്ന് പറയുന്ന കാരുണ്യം ഗുരുപരമ്പരകളിൽ നിന്നുണ്ടായിരുന്നു എന്നുള്ളത്. ചോദ്യം പോലും അല്ല രാജീവ്ജി, സംവാദം എന്നാണ് പേര്. ഗുരു ശിഷ്യ സംവാദം എന്നാ പറയുക. തുല്യതയുണ്ട്. തുല്യതയാണ്.
ആ ചോദ്യങ്ങൾക്കും റെസ്പെക്റ്റ് ഉണ്ട് ഉത്തരം പോലെ. ഇപ്പോൾ നമ്മൾ പറയുക ഗുരുശിഷ്യന്മാരെങ്ങനെയാ വെച്ചാൽ അരണി കടയുക എന്നാണ് പറയുക. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കണം. ഇപ്പം ഞാൻ വലിക്കുന്ന ഈക്വലായിട്ടൊരു പ്രഷർ വന്നാൽ മാത്രമേ തീ ഉണ്ടാവൂ, അല്ലെങ്കിൽ തീ ഉണ്ടാവില്ല. പക്ഷേ ആകെയുള്ള റെസ്പെക്റ്റ് എന്ന് വെച്ചാൽ യു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. നിങ്ങൾ ചോദിക്കുന്നത് ഗുരുനാഥനോടാണ്, ആ റെസ്പെക്റ്റ് കൊടുക്കുക വേണം. ഇപ്പോൾ ഗുരുനാഥൻ, ഇപ്പം ഞങ്ങളെല്ലാം ക്ലാസ് എടുത്ത് കഴിഞ്ഞിട്ട്, ഇപ്പോൾ എൻ്റെ വലിയ ഗുരുനാഥൻ പോലും 80-82 വയസ്സുണ്ട്. ഇപ്പോൾ ക്ലാസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം എല്ലാവരും എണീക്കിച്ച് നിർത്തുമല്ലോ, എല്ലാവരും ഒന്ന് എണീറ്റ് നിൽക്കുമെന്ന് പറയും. എല്ലാവരും എണീറ്റ് നിൽക്കുമ്പോൾ പൂർണ്ണ നമസ്കാരം ചെയ്യും അദ്ദേഹം. എന്നിട്ട് പറയും, നിങ്ങൾ കാരണമാണ് ദേവത എൻ്റെ കണ്ഠത്തിൽ വന്നത്, എനിക്കറിയാൻ വേണ്ടിയല്ലല്ലോ, നിങ്ങൾക്ക് വേണ്ടിയാണ് ദേവത എൻ്റെ കണ്ഠത്തിലൂടെ പുറത്തു വരുന്നത്. നിങ്ങളുടെ ഇച്ഛാശക്തിയാണ് എൻ്റെ കണ്ഠത്തിൽ ഇത്ര നേരം ദേവത നിർത്തിയത്. അതുകൊണ്ട് നിങ്ങളെ ഞാൻ ആ ദേവത വരാൻ കാരണമായതുകൊണ്ട് നിങ്ങളെ നമസ്കരിക്കുമെന്ന് പറഞ്ഞിട്ടാണ്. ഇതാണ് പാരമ്പര്യം. ഇപ്പോൾ രാജീജി എന്ത് ചോദിച്ചാലും ആ ഉത്തരം പറയുന്നത് അറിയണം, ഇല്ലെങ്കിൽ ലോകത്തെ അറിയിക്കണം എന്നുള്ള രാജീജിയുടെ ഇച്ഛയാണ് എൻ്റെ കണ്ഠത്തിൽ ശുദ്ധമായ ദേവത വരാനുള്ള കാരണം. അപ്പോൾ യഥാർത്ഥത്തിൽ കാരണത്തിനാണോ കാര്യത്തിനാണോ നമസ്കാരം? കാരണത്തിനാണ്. അതുകൊണ്ട് മുമ്പിലുള്ള വിദ്യാർത്ഥികളാണ് ഒരു ഗുരുനാഥനെ ഗുരുനാഥനാക്കുന്നത്. ഇതാണ് പാരമ്പര്യം. അതുകൊണ്ട് ഞാനൊക്കെ പറയുക, ഇപ്പോൾ ഇവരുടെ ഒക്കെ ഞാൻ പറയാറുള്ള ക്ലാസ്സിൽ പറഞ്ഞിരുന്നത്, ചോദ്യം ചോദിക്കാൻ പഠിക്കും. ഏറ്റവും നല്ല ചോദ്യമാണ് ഏറ്റവും നല്ല ഉത്തരം.